ഒന്നും വൃഥാവായി പോയില്ല. ആഴമായ ദൈവം കൊടുത്ത ആ വിശ്വാസം, ആദ്യ വിശ്വാസം, ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, അത് സൂക്ഷിച്ചു. അപ്പോൾ തന്നെ ഓട്ടം തികച്ചു. ആ ഒരു സന്തോഷത്തിലാണ് ആ മാതാവ് നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തിച്ചേർന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഭാവന പറയുകയാണ് കേട്ടോ, മാതാവ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. മാതാവ് കർത്താവിൻ്റെ ആ സിംഹാസനത്തിൻ്റെ ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട്, സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ പറുദീസയിൽ ഇരുന്നു കൊണ്ട് ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ടാകും. ഞാൻ ഒരു ചോദ്യമായി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാകുക എന്ന് നിങ്ങളൊന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചാൽ, അതിനൊരു ഉത്തരവും കൊടുത്താൽ ഈ ശുശ്രൂഷ ഇവിടെ ഏറ്റവും ധന്യകരമായി. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മക്കളെ, ഞാൻ എത്തിയിരിക്കുന്ന ഇടം ഏറ്റവും സുരക്ഷിതമാകുന്ന ഇടത്ത്, സുസ്ഥിരമാകുന്ന ഇടത്ത്, അവിടെ നിന്ന് തന്നെ താഴേക്ക് ഇടുവാൻ, തട്ടിയിടുവാൻ ഒരാൾക്കും കഴിയത്തില്ല. ആ സുസ്ഥിരമാകുന്ന സ്വർഗീയ പിതാവിൻ്റെ അടുക്കലാണ് ഞാൻ എത്തിയിരിക്കുന്നുള്ള ആ ചിന്തകളായിരിക്കും മാതാവ് ഇപ്പോഴവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ടാകുക. ഇവിടെ ഞാൻ നിങ്ങളായിരിക്കുമ്പോൾ നാളെ അടുത്ത ദിവസം നമുക്ക് എന്തും സംഭവിക്കാം. ഒരു പക്ഷേ വീണ് പോകാം. വിശ്വാസത്തിൽ നിൽപ്പാൻ കഴിയുമെന്ന് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. പക്ഷെ മാതാവ് ഉറപ്പായും പറയും, ഞാൻ ഇപ്പം ഇരിക്കുന്ന ഇരിപ്പിടം എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിൻ്റെ കൂടെയാണ്. അവിടെ ഞാൻ സുരക്ഷിതയാണ്, അവിടെ ഞാൻ ഏറ്റവും സംരക്ഷണയിലാണ് ആയിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ, മാതാവ് പോയിരിക്കുന്ന ഇടം ചെറിയിടമല്ല, ഏറ്റവും വിലപ്പെട്ട ഇടമാണ്. അവിടേക്ക് പോകാനുള്ളതായ ഒരു തയ്യാറെടുപ്പും ഈ ശുശ്രൂഷയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. ആ ഒരു കാര്യം അകത്തു പ്രാപിച്ച അനുഗ്രഹീതനാണ് ധന്യനായ പൗലോസ്ലീഹ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ കല്ലേറുകൊണ്ട് മരിച്ചവനെ പോലെയായെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്നത്. മിക്കവാറും ആ കല്ലേറിനകത്ത് അന്ന് ചില സമയത്തേക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമായിരിക്കാം ധന്യനായ പൗലോസ്ലീഹ. ആ സമയത്തായിരുന്നു 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്. അവിടെ വെച്ചിട്ടാണ് സ്വർഗീയ അനുഭവങ്ങളെ കൃത്യമായി കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞതെങ്കിൽ, താൻ പിന്നീട് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അടുത്ത പ്രയോഗം എങ്ങനെയാ പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും അത്യുത്തമം, താല്പര്യം, സന്തോഷം, ആനന്ദം ദൈവത്തോടുകൂടെ നിത്യപ്രതീക്ഷയിൽ ഇരിക്കുന്നത് താല്പര്യമാണെന്ന് ആവർത്തിച്ച് ഉരുവിടുന്ന ഭാഗങ്ങൾ പൗലോസ്ലീഹയുടെ വാക്കുകളിൽ നിന്നും തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്: എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, എനിക്ക് എത്രയും വേഗം അക്കരെ നാട്ടിൽ പോകണം, കർത്താവിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന്. അങ്ങനെയെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ ജീവിതത്തിൽ ഇതേ ഒരു വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ നടുവിലും പ്രത്യാശയകത്ത് പ്രതീക്ഷയുള്ളവരായി ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. നിങ്ങൾ നോക്കിക്കേ, യാക്കോബിനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ മരണത്തോട് അടുത്തു വന്നപ്പോൾ തന്റെ മക്കളെ എല്ലാവരെയും അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്: മക്കളെ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ എന്ത് ചെയ്തു തരാം, പറഞ്ഞു തരാമെന്ന്. അപ്പൊ ആ പിതാവിന്റെ അകത്ത് എന്റെ മരണം നടക്കാൻ പോവുകയാണ്. അടുത്ത ദിവസം അത് നടക്കും, അടുത്ത നിമിഷം അത് നടക്കും. തന്റെ മക്കളെ എല്ലാം വിളിച്ച് അടുത്തിരുത്തിയിട്ട്
പറയുക ഭാവി കാലത്ത് മക്കൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അകത്ത് എത്ര പ്രതീക്ഷയും പ്രത്യാശയുണ്ട്. ഞാൻ ഇവിടെ പ്രയാണത്തില, മരുഭൂമി പ്രയാണത്തില, ഞാൻ ഇവിടുന്ന് വിട്ടു പോകാൻ പോവുകയാണ്. ഞാൻ ചെല്ലാൻ പോകുന്ന ഇടം സ്വർഗീയ പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടിയിലേക്കാണെന്നുള്ള ബോധ്യം അന്തരാത്മാവിൽ നന്നായി ലഭിക്കപ്പെട്ട അനുഗ്രഹീതനാണ് യാക്കോബ് എന്ന് പറയുന്ന ഗോത്ര പിതാക്കന്മാരുടെ പിതാവ്. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കണേ, മാതാവ് പോയിരിക്കുന്ന ഇടം സ്വർഗീയ പ്രതീക്ഷയാണ്, ഏറ്റവും പ്രത്യാശയുള്ള ഇടത്താണ്. പോരാ, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അകത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ വഴിയായി പോകേണ്ടി വരും. അയ്യോ പോയി എന്നുള്ള ചിന്തയേക്കാളപ്പുറത്ത് ഞാൻ പോകാൻ പോകുന്ന ഇടം സ്വർഗീയ പ്രതീക്ഷയിലാണ്, ദൈവസിംഹാസനത്തിന്റെ അടുക്കലാക്കിയാണ്, പിതാവിന്റെ അടുക്കൽ ആണ് ഇരിക്കാൻ പോകുന്നെന്നുള്ളതായ ആഴമേറിയ കാഴ്ചപ്പാട് ഇതിനകത്തുള്ള പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകണമെന്നുള്ളതായ ആ വലിയൊരു ചിന്ത നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന IPC തിരുവഞ്ചൂർ സഭയുടെ എല്ലാവിധ